ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ തോമസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഡിസംബറിലെ കേട്ടോ. ഡിസംബറിൽ എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആലപ്പുഴയിൽ 10 ദിവസം നിൽക്കുന്ന ഒരു വലിയൊരു ഉത്സവം നടക്കുന്നുണ്ട്. 10 ദിവസമാണ് ഉത്സവമെങ്കിലും കുറച്ചും കൂടെ നീണ്ടു പോകാറുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഭീമക്കാരാണ് ഈ പരിപാടി നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പേരായിരിക്കും ഹൈലൈറ്റിൽ കാണിക്കുന്നത്. എൻ്റെ മെയിൻ പരിപാടി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോളം വാങ്ങിക്കുക, അതും കഴിച്ചുകൊണ്ട് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരിക. ഇവിടെ നിറയെ തിരക്കായിരിക്കും കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 10 ദിവസവും നല്ല തിരക്കായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും മറക്കാത്തൊരു കാര്യമാണ് കരിമ്പിൻ ജ്യൂസ്. കരിമ്പിൻ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലാണ്. എവിടെ പോയാലും ഒരു ഉന്മേഷം കിട്ടുന്നൊരു സംഭവമാണ് അല്ലേ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കണ്ടന്റിന് വേണ്ടിയിട്ട് 2 കൂടെ ഒരുമിച്ച് കുടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാലോ എന്ന്. പക്ഷേ സാധനം രണ്ടിനും ഒരേ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ പിയും കാറും അതും ഇതുമൊക്കെ നോക്കി നടന്നതെന്നല്ലാതെ ഒന്നും തന്നെ വാങ്ങാൻ നിന്നില്ല കേട്ടോ. നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് ഇതിനിടയ്ക്ക് കയറി വാങ്ങുക, ബാർഗെയിൻ ചെയ്യുക, ഇതൊക്കെ പറ്റാത്ത പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നോക്കി നമുക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോസും എല്ലാം ഷൂട്ട് ചെയ്തിട്ട് നൈസായിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോഴാണ് ഇതിൻ്റെ മുകളിലത്തെ അലങ്കാരങ്ങളൊക്കെ കാണുന്നത് കേട്ടോ ഗൈസ്. അമ്പലം എത്തി, പക്ഷേ എന്നെ ഫോക്കസ് ചെയ്തത് ഈ മുകളിലത്തെ അലങ്കാരമാണ്. എല്ലാ തവണയും ഞാനിവിടെ വരുമെങ്കിലും എനിക്ക് ഇവർ കളറായിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് ഇതിനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. എല്ലാ ഉത്സവത്തിൻ്റെയും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാർക്കല്ലേ. നമ്മുടെ കുട്ടികളും വലിയവരും എല്ലാവരും ഒരേപോലെ കയറുന്നത്. ഇത്രയും വർഷമായിട്ട് ഒരു സേഫ്റ്റി നോക്കാതെ ഞാൻ കയറിയിരിക്കുന്നൊരു സംഭവമാണ് ഈ തൊട്ടിയും. പിന്നെ ഇതേപോലെ വേറൊരു സാധനം കൂടിയുണ്ട്. ആക്ച്വലി ഡ്രാഗൺ എന്ന് പറയും. ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ നമ്മൾ പൊക്കി കൊണ്ടുപോകും. അതിൻ്റെ മുന്നിൽ നല്ല തിരക്കായതുകൊണ്ടും ഈ തൊട്ടിയുടെ മുന്നിൽ ഭയങ്കര തിരക്കായതുകൊണ്ടും ഞങ്ങളിങ്ങനെ വെറുതെ ബബിൾസൊക്കെ വാങ്ങിച്ച് ഊതി നടന്നു കേട്ടോ ഗൈസ്. പരിചയമുള്ളവരൊക്കെ അവിടെ നിന്നുകൊണ്ടാണോ എന്തോ എൻ്റെ ബബിൾ ഒന്നുപോലും ഊതി വെറുതെ പൊട്ടിയില്ല. കുറേ ട്രൈ ചെയ്ത് ഏറ്റവും അവസാനം ഞാൻ ഒരെണ്ണം കഷ്ടിച്ച് ഊതി വരുത്തിയതിന് ശേഷം നിർത്താമെന്ന് വിചാരിച്ചു. അടുത്തത് തൊട്ടിയായിരുന്നു. തൊട്ടിയിൽ കയറിയപ്പോഴത്തേക്ക് ഈ തവണ നമ്മുടെ ഒപ്പം കുറച്ച് സ്ട്രേഞ്ചേഴ്സും കൂടെ ഉണ്ട് കേട്ടോ. സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടുമല്ല, നമുക്കൊട്ടും പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ടാണ്. എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് നമ്മൾ ഈ തൊട്ടിയിൽ കയറിയല്ലേ പറ്റുള്ളൂ. അടുത്ത ഫോക്കസ് നമ്മുടേത് മറ്റേതായിരുന്നു, മറ്റേ ഡ്രാഗൺ. പക്ഷേ അത് നടക്കുമെന്ന് തോന്നിയില്ല, നല്ല തിരക്കായതുകൊണ്ട്. ഇതാണ് നമ്മുടെ ഓവറോൾ വ്യൂ കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഒന്ന് ആ ബെല്ലൈക്കണും കൂടെ അടിച്ചേക്കണം.